ഹലോ ഗായ്സ്, ഈ പൂ പറിക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ്. പൂതങ്കേരി അമ്പലം എന്ന് പറയും. അപ്പം നിങ്ങളിങ്ങനെ തന്നെയല്ലേ ആ താലെടുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ പൂ പറിക്കുന്നത്? കാരണം അല്ലേ, അതിന് മുമ്പ് പറിച്ചാൽ വാടിപ്പോവും. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ പറിച്ച് റെഡിയായി എല്ലാം സെറ്റാക്കിക്കൊണ്ട് നമ്മൾ പോവും. ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് സെറ്റാക്കുന്നത്. കുറച്ച് പേര് എല്ലാം താലം സെറ്റാക്കിക്കൊണ്ടാണ് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ താലം, സെറ്റാക്കിയ താലം. എങ്ങനെയുണ്ട്? അങ്ങനെ എല്ലാവരും അവിടെ വന്നിട്ടാണ് സെറ്റാക്കുന്നത്. കുറച്ച് പേര് സെറ്റാക്കിക്കൊണ്ടൊക്കെ വരും. അങ്ങനെ ദേ നമ്മുടെ അമ്മയെ കുട്ടീനെയൊക്കെ കണ്ടു. അങ്ങനെ എല്ലാവരും താലമൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടുകാരാണ്. അങ്ങനെ താലമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു തിരുവാതിര പരിപാടി ഉണ്ടായിരുന്നു. അതും കണ്ടു കഴിഞ്ഞ് പിന്നെ തേങ്ങേറെന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ ഫസ്റ്റത്തെ ദിവസം ഉത്സവത്തിൻ്റെ. അപ്പം അതിനെ വരവേറ്റ് വരുമ്പോൾ ഇതുപോലത്തെ കുറേ പരിപാടികളുണ്ടാവും. ഇത് നല്ല രസമാണ്. കണ്ടിട്ടില്ലാത്തവർ അടുത്ത വർഷം ഉത്സവം കൂടാൻ എന്തായാലും വരണം. അടിപൊളിയാണ്. ഞങ്ങളുടെ പൂതങ്കേരി ഉത്സവം വടയാറുള്ള ഉത്സവമാണ്. നമ്മൾ ഓരോരുത്തരും പറഞ്ഞറിയുമ്പോഴാണല്ലോ ഓരോ കാര്യം നമ്മൾ അറിയുന്നത്. അപ്പം ഇത്തവണ ഞാൻ ദേ പറഞ്ഞു തന്നിരിക്കുന്നു. അടുത്ത വർഷം നിങ്ങൾ എന്തായാലും കാണാൻ തന്നെ. കാരണം ഇവിടുത്തെ പരിപാടി അടിപൊളിയാണ്. ദേ ചെണ്ട പരിപാടിയും അങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടികളാണ്. ഇന്നത്തെ ഉത്സവം അങ്ങനെ ഒന്നാം ഉത്സവം അടിപൊളിയായിട്ട് നടന്നു. ഇനി രണ്ടാം ഉത്സവം, മൂന്നാം ഉത്സവം അങ്ങനെ കിടക്കുന്നു. അങ്ങനെ എല്ലാവരും വരാം. പിന്നെ സ്റ്റേജിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഉത്സവത്തിന് സ്റ്റേജ് പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കപ്പിളിന് മേടിച്ചതിന് പതിവുണ്ടോ? ഞങ്ങൾ അങ്ങനെയുണ്ട് കേട്ടോ. അതൊക്കെ ഒരു വൈബല്ലേ, അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ആദ്യമൊക്കെ നല്ല ആളുണ്ടായിരുന്നു ഞങ്ങളുടെ പരിപാടിക്ക്. പിന്നെ ആരുമില്ല. ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരുമില്ല. ഞാനും അമ്മമ്മയും മിഞ്ഞു മാത്രം, പിന്നെ കുറച്ച് പേരും കൂടെ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ മെയിൻ വിജയ് എന്ന് പറഞ്ഞിടക്കുന്ന ചേട്ടൻ. എവിടെ സ്റ്റേജ് വരെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഡാൻസ് കളിച്ചോളും. പിന്നെ ഇതേ അമ്മമ്മയ്ക്ക് സ്റ്റേജിൽ പരിപാടി നടത്തുന്ന ഒരു ചേട്ടൻ വന്ന് ഏതോ ഒരു ആക്ടറിനെ ചെയ്തതാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് ഉണ്ടെന്ന് പൂ കൊടുത്തു. അത് നല്ല രസമാണ്. ഇതേ കണ്ടു നോക്കൂ. ഒന്നാം ദിവസം വൈബായിട്ട് തീർന്നു. ബൈ.